പക്ഷെ നമസ്കാരം. നമസ്കാരം. പി ദിവ്യയെ തൊട്ടവരാരും പാർട്ടിക്കുള്ളിൽ വേണ്ട, ഈ നിലപാടാണ് CPM എടുക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിന്നു. ജില്ലാ കമ്മിറ്റിയിലെ പലരും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് പേരറിയാത്ത അല്ലെങ്കിൽ പേരെഴുതാത്ത കത്തുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും, പേര് വയ്ക്കാത്തത് ഭയം കൊണ്ടാണ് എന്നൊക്കെയാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ഉദയഭാനുവിനെ പുറത്താക്കി എന്നുള്ള വിവരവും പുറത്തു വരുന്നു. അപ്പോൾ കണ്ണൂർ മാഫിയയാണ് എല്ലായിടത്തും ഭരിക്കുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാണ്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടാനുള്ള സാധ്യത വിദൂരമാണോ? നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ നീതി കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് നമുക്കറിയാം. നമ്മൾ പല സമയം ഈ പ്രശ്നം ചർച്ച ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ട്വിസ്റ്റുകളിലൂടെയാണ് ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷയും അർപ്പിച്ചു വെച്ചിരിക്കുന്നത് CBI അന്വേഷണത്തിലേക്ക് ഈ കേസ് പോകുമോ എന്നുള്ള നമ്മളൊരു വളരെ കൗതുകത്തോടുകൂടിയുള്ള ഒരു അന്വേഷണം ഉണ്ട്, അല്ലെങ്കിൽ ആരായാലുണ്ട്. അതിലാണ് അതെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. CBI അന്വേഷിച്ചാൽ മാത്രം ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന പ്രതീക്ഷയിലാണ് മഞ്ജുഷയും കുടുംബവും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ ഉയർത്തിയിട്ടുണ്ട് ആദ്യമേ മുതൽ തന്നെ. കാരണം തുടക്കത്തിൽ തന്നെ പറഞ്ഞ വാചകത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. സദുദ്ദേശപരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് പി ദിവ്യ അന്ന് നടത്തിയത് എന്നാണ് പറഞ്ഞിരുന്നത്. അതിലൊരു ലോജിക്കൽ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഈ ബ്യൂറോക്രസി ചോദ്യം ചെയ്യപ്പെടാണ്ട് ഇരിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അവർ പറയുന്നത് ചോദ്യം ചെയ്യപ്പെടണം, നമ്മളും പറയുന്നത് തന്നെയാണ്. ബ്യൂറോക്രസിയെ ചോദ്യം ചെയ്യാണ്ടിരിക്കേണ്ട കാര്യം ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തില്ല. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇച്ഛകൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബ്യൂറോക്രസിക്ക് അതിന് പ്രാധാന്യമില്ല, പ്രസക്തിയുമില്ല. അത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാലോ മുനിസിപ്പൽ ഓഫീസിൽ ചെന്നാലേ നമ്മളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഒരു താല്പര്യവും കാണിക്കുന്ന ഉദ്യോഗസ്ഥനെ സാധാരണ കാണില്ല. ചില അപൂർവം നല്ല മനുഷ്യരുണ്ടാവും, നവീൻ ബാബുവിനെ പോലുള്ള ചില ആളുകൾ. ബാക്കി എല്ലാവരും തന്നെ മനുഷ്യരോട് കട്ടക്കലിപ്പിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടില്ല. നമ്മൾ സർട്ടിഫിക്കറ്റിന് എന്നതിന് നമ്മളുടെ നടത്തി നമ്മളുടെ ചെരുപ്പ് തേയുന്നവരെയും അവർ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. ഇത് കുറേ കാലമായിട്ട് തുടരുന്നൊരു പ്രക്രിയ. അപ്പോൾ അതുകൊണ്ട് ബ്യൂറോക്രസിയെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് ചോദിച്ചതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരൻ നമ്മൾ. പക്ഷേ ഇവിടെ പ്രശ്നം നവീൻ ബാബു എന്ന് പറയുന്നത് മനുഷ്യൻ, നല്ല മനുഷ്യൻ എന്ന് മാത്രമല്ല നല്ല ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ ഒരിക്കലും കൈക്കൂലി വാങ്ങാത്ത ഒരാളാണ്. വളഞ്ഞ വഴിയിലൂടെ വരുന്ന ഒരു വാഹനവും അദ്ദേഹം കടത്തിവിടുകയും ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പരിഗണിക്കാനായിട്ട് ഒരു ഘട്ടത്തിൽ CPM തയ്യാറായിരുന്നു. MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി പത്തനംതിട്ടയിൽ ചെന്നു, അവരുടെ മഞ്ജുഷയുടെ വീട്ടിൽ ചെന്നു, പാർട്ടി നിങ്ങൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിൽ തർക്കം വരുന്നത് മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അപ്പോൾ ഗോവിന്ദൻ ഇടഞ്ഞു. CBI അന്വേഷണത്തിനൊന്നും ഞങ്ങൾ തയ്യാറല്ല, CBI അന്വേഷണത്തിന് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞു. അതിന് ഉള്ള ന്യായം എന്ന് പറയുന്നത് CBI കൂട്ടിലടച്ച തത്തയാണ് എന്നുള്ളതാണ്. അതൊരു മറ്റൊരു വിഷയമാണ്. ഞാനിത് പല കേസുകളിലും ഇപ്പോൾ പെരിയ ഇരട്ടക്കൊല കേസിൻ്റെ കാര്യത്തിലും ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ അത് വേറൊരു വിഷയമാണ്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ആരാണ് ശരിയായിട്ടുള്ള കുറ്റക്കാരൻ, അയാളെ കണ്ടെത്തുക, ശിക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാന പോലീസിന് അതിന് കഴിയുന്നില്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് കഴിവുള്ള, കൂടുതൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കാണിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് CBI പരിഗണിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ CBI എന്തെങ്കിലും എടുക്കട്ടെ. ചിലപ്പോൾ പാർട്ടിക്ക് ദോഷമായിട്ട് വന്നേക്കാം. പക്ഷേ വളരെ മുൻപേ തന്നെ ഇവിടെ വേലി കെട്ടേണ്ട ഒരു കാര്യമില്ല. പാർട്ടിക്ക് ദോഷമാകുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ അത് പാർട്ടിക്ക് ദോഷമായിട്ട് തന്നെ ഭവിക്കുകയുള്ളൂ. ആര് വിചാരിച്ചാലും അതിനെ തടുക്കാനൊന്നും കഴിയില്ല. കാരണം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തികളൊക്കെ സൽപ്രവൃത്തികളാണെങ്കിൽ മാത്രമാണ് അത് ഗുഡ് വിൽ മെസ്സേജ് കൊണ്ടുവരികയുള്ളൂ. അതല്ലെങ്കിൽ അതിന് ഒരിക്കൽ പോലും നമുക്ക് സൽപ്പേര് നിർമ്മിക്കാനായിട്ട് കഴിയില്ല. ഇപ്പോൾ ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് പി ദിവ്യയുമായി ബന്ധപ്പെട്ട പ്രശാന്തനടക്കമുള്ളതായിട്ടുള്ള ആളുകൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ പാർട്ടി വിരുദ്ധമായ പ്രവൃത്തികളാണ്. അത് പാർട്ടിക്ക് ദോഷകരമായി മാത്രമേ തീരുകയുള്ളൂ. പി ദിവ്യ അതിൽ അറിഞ്ഞോ അറിയാതെയോ പ്രതിയാക്കപ്പെട്ടു എന്ന നിലയിലാണ് അവിടുത്തെ പാർട്ടിയുടെ സഹാക്കളൊക്കെ വിശ്വസിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അവരെ വീണ്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന്
അവർക്ക് അധികാരം നൽകി, ഓർമ്മയില്ലേ? ധനകാര്യ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് അദ്ദേഹം മാറ്റി. അപ്പോൾ അങ്ങനെ മാറ്റാനായിട്ട് പാർട്ടി തീരുമാനിക്കുന്നത് ദിവ്യയെ സമ്പൂർണ്ണമായിട്ടും കൈവിടുന്നത് ശരിയല്ല എന്ന് പാർട്ടിക്കകത്ത് ഉയർന്നു വന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കണ്ണൂരത്തെ പാർട്ടിയുടെ തീരുമാനം. ആ തീരുമാനം പത്തനംതിട്ട പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ധന്യപ്പ് എന്നോട് ചോദിച്ചത്. ഒരുപക്ഷെ അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഉദയഭാനു പുറത്താക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ്. മാത്രമല്ല ഈ സമ്മേളന കാലത്ത് പാർട്ടി സഹാക്കൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. അത് അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കേണ്ട എന്ന മെസ്സേജ് തന്നെയാണ് കൊടുത്തിരുന്നത്. പല സ്ഥലത്തും അങ്ങനെ ആളുകൾ പുറത്താക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്താക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർ പുറത്തു പോകട്ടെ എന്ന് കരുതുന്ന ഒരു വിഭാഗം ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ആ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവീൻ ബാബുവായിട്ട് ബന്ധപ്പെട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുമ്പോൾ നവീൻ ബാബുവിനൊപ്പം നിൽക്കുകയും പാർട്ടിക്കെതിരായിട്ട് നിൽക്കുകയും ചെയ്തു എന്ന് പാർട്ടി കരുതുന്നതായിട്ടുള്ള ആളുകൾക്കെതിരെ പാർട്ടിയുടെ ഈ ഉന്മൂലന സിദ്ധാന്ത പ്രയോഗം നടക്കുകയും അവർ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട് ഇതിനകത്ത്. എത്രത്തോളം ശരിയാണെന്ന് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സാധാരണ രീതിയിൽ പാർട്ടിക്കെതിരെ നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ഒരു കൈയും അങ്ങനെ ഉയർന്നു നിൽക്കേണ്ട എന്നുള്ളത് പാർട്ടിയുടെ നയമാണ്. അത് പാർട്ടി സമ്മേളന കാലത്ത് വെക്കാറും തന്നെ പുറത്താക്കലിലേക്ക് നയിക്കുകയും പുറത്താക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരികയൊക്കെ ചെയ്യും. സ്വാഭാവികം എന്നേ നമുക്കതിന് പറയാനുള്ള പാർട്ടിയുടെ കാര്യം. ഇപ്പോൾ ദിവ്യ ഇരയാണ് എന്നാണ് സഹാക്കൾ പറയുന്നത്. ദിവ്യ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദിവ്യയെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, അതായത് ദിവ്യയുടെ വളർച്ച തടയാൻ കുറേ പേർ ശ്രമിക്കുന്നുണ്ട്. അവരാണ് ദിവ്യ ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് എറിഞ്ഞുകൊടുത്തത്, മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തത് എന്നാണ് പറയുന്നത്. ദിവ്യ ഇരയാണ്. ഇരയെ സംരക്ഷിക്കേണ്ട അവകാശം പാർട്ടിക്കുണ്ട്. ആ സംരക്ഷണമാണ് പാർട്ടി ദിവ്യയ്ക്ക് നൽകുന്നത്. അപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും നവീൻ ബാബുവിനും നീതി വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ദിവ്യ ഇരയാണ് എങ്കിൽ അതേ ദിവ്യ തന്നെയല്ലേ നവീൻ ബാബുവിനെയും ആളുകളുടെ മുന്നിൽ വെച്ച് അപഹസിച്ചതും നാണം കെടുത്തിയതും പിന്നെ അത്തരത്തിൽ നീക്കങ്ങൾ നടത്തിയതുമൊക്കെ. അപ്പോൾ ദിവ്യ ഇരയാകുമ്പോൾ നവീൻ ബാബു വേട്ടക്കാരനാണോ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അല്ല, ദിവ്യ ഇരയാണോ ഇല്ലേ എന്നുള്ളത് പാർട്ടിക്കകത്ത് മാത്രം നടക്കുന്ന ചർച്ചയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ ദിവ്യ വേട്ടക്കാരിയാണ്. കാരണം ദിവ്യയുടെ വേട്ടയാടലിൻ്റെ ഒരു ബലിമൃഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നവീൻ ബാബു മാറിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിലൊരു തർക്കമില്ല. പാർട്ടിക്കകത്ത് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. പാർട്ടിക്കകത്ത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട്. പഴയകാലത്ത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറി. അതിന് പകരമായിട്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള അധികാര കേന്ദ്രീകൃതമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അധികാരത്തിൻ്റെ പ്രശ്നങ്ങളാണ്, അഴിമതിയുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പലപ്പോഴും വിഭാഗീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും പാർട്ടിക്കകത്ത് സെപ്പറേറ്റിസം എന്ന് പറയുന്നത് ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈ സമ്മേളന കാലത്ത് പല സ്ഥലത്തും പ്രകടമാക്കപ്പെടുന്നുണ്ട്. പല സ്ഥലത്തും പുതിയ പുതിയ ഭാരവാഹികൾ കടന്നു വരുന്നുണ്ട്. പുതിയ ഭാരവാഹികൾ വരുന്ന എപ്പോഴും നല്ലതായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുകയുള്ളൂ. കാരണം അത് ശരിയാണ്. കാരണം ഈ ഒരു കസേരയിൽ ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ ഇരിപ്പുറപ്പിച്ചാൽ അവർ വലിയ അഴിമതിക്കാരായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടി സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത് ഒരു ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. കോൺഗ്രസ്സിലെയോ BJP-യിലെയോ പോലെ അല്ല അത് ശരിക്കും പറഞ്ഞു. കാരണം ഒന്ന് ഭരിക്കുന്ന പാർട്ടി, ആ ഭരിക്കുന്ന പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിൽ അതാത് ജില്ലകളിൽ അതിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അധികാര ദുർവിനിയോഗ സാധ്യത കൂടുതലാണ്. അതുവഴിയുള്ള ധനസമ്പാദനത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനൊപ്പം വളർന്നു വരുന്നതായിട്ടുള്ള കോക്കസുകളുടെ പ്രവർത്തനത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഒരു വട്ടം വരുന്ന ഒരാൾ വീണ്ടും വരുമ്പോൾ അത് സീസൺഡ് ആയിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറിത്തീരുകയും അഴിമതി എന്ന് പറയുന്നത് അയത്നലളിതമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒന്നായി മാറിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റുന്നത് വളരെ നല്ലതാണ്. മാറ്റിയ ആ ഒരു കാലഘട്ടത്തിൽ കുറേ കാലത്തേക്ക് ഒരു അഴിമതിയും ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നീട് അവൻ അവിടെ ഇരുന്ന് അതിൻ്റെ കൗശലങ്ങളൊക്കെ പഠിച്ച് അതങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. എല്ലാ മേഖലയിലും അതാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി മാറ്റുന്നൊരു പ്രക്രിയ നടക്കുകയും പുതിയ യുവാക്കൾ കടന്നു വരികയും ചെയ്യുന്നത് നല്ലതായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ പത്തനംതിട്ടയിൽ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം വെറും നവീൻ ബാബുവിൻ്റെയും ദിവ്യയുടെയും പ്രശ്നമായിട്ടല്ല കിടക്കുന്നു. പകരം പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് വരികയും അതിൻ്റെ കെട്ടുപാടുകൾ ഇതിനകത്തുണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് നടപടികൾ എടുക്കപ്പെടുമ്പോൾ
അതിലിതൊക്കെ കടന്നു വന്നേക്കാം. അത് അതിൻ്റെ ഒരു എന്താണ് സാധാരണ പരിണതി മാത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ.